കൊടുവായൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വിവിധ സ്കൂളുകളിലെ മികച്ച വിജയികൾക്കായി വിജയവേദി എന്ന പേരിൽ ഓറിയന്റേഷൻ പരിപാടി സംഘടിപ്പിച്ചു. +1 പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കെ പ്രേമൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ SSLC പരീക്ഷ പാസ്സായിട്ടുള്ള കുട്ടികൾ മുഴുവൻ +1 ചേരുന്നു, അല്ലെങ്കിൽ മറ്റ് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചേരുന്നു. പക്ഷെ ഇതല്ല, നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുറച്ചുകൂടി ശുഷ്കാന്തിയോടുകൂടി വാശിയോടുകൂടി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന തിരിച്ചറിവോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മാറണം. നമുക്ക് ഈ സമൂഹത്തിൽ ഡോക്ടർമാരെ പോലെ തന്നെ എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട്, ശാസ്ത്രജ്ഞന്മാർ വേണം, നല്ല കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ വേണം. ഏത് മോശമല്ല, ആണോ? ഇപ്പൊ നമ്മള് മോഹൻലാൽ മോശമാണ്, സിനിമ നടന്നുള്ള കളിക്കാൻ ഞാൻ പറഞ്ഞത്, വേറെ എതിരഭിപ്രായമുള്ളതുണ്ടോ? അല്ലല്ലോ. ഇപ്പൊ മോഹൻലാലിനെ പോലെ ജീവിതത്തിൽ ഒരു വിജയം കൈവരിച്ച ഒരു നടൻ നമ്മുടെ മലയാളത്തിൽ ഉണ്ടാകുന്ന ഒരു മഹാഭാഗ്യമാണ്. മമ്മൂട്ടി മോഹൻലാലിനെ മാത്രം പറയണം, പുതിയ ആളുകളെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോ നമ്മളുടെ മുന്നിൽ ലോകത്തിന്റെ കായികപരമായ കാൽപന്ത് കളിയുടെ കരുത്തുമല്ല കഴിയുന്നുള്ളൂ, അല്ലേ? നമ്മളെല്ലാം പ്രതീക്ഷിച്ച കുറെ രാജ്യങ്ങൾ, കുറെ മറ്റേ ജേതാക്കൾ പ്രതീക്ഷിക്കാത്തവർ കയറി വന്നു, പ്രതീക്ഷിച്ചവർ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ ആ ലോകത്തിന്റെ അതിരുകൾ, സമുദ്രങ്ങളുടെ അതിരുകൾ, വൻകരകളുടെ അതിരുകൾ, രാജ്യങ്ങളുടെ അതിരുകൾ, പ്രാദേശികത്വത്തിന്റെ അതിരുകൾ, ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയും അതിരുകൾ മാഞ്ഞത് ആ കഴിവുകൾക്ക് മുന്നിലാണ്, അല്ലേ? മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി മാറി. കൊമേഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ഗോവിന്ദൻകുട്ടി വിശിഷ്ടാതിഥിയായി. ലേണേഴ്സ് ഹബ്ബ് CEO MS രാഹുൽ മുഖ്യാതിഥിയായി. തുടർന്ന് കുട്ടികൾക്കായി ഓറിയന്റേഷൻ ക്ലാസുകൾ നടത്തി. UTV ന്യൂസ്, പാലക്കാട്.